വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകം സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുമിശിഹായിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഒരിക്കലൊരു ബിസിനസ്മാൻ എന്നോട് വളരെ ഉത്കണ്ഠയോടുകൂടി ചോദിച്ചു, അച്ഛാ, വൈ ദ പ്രോബ്ലംസ് ആർ ഇൻ ക്യൂ? എനിക്ക് എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. എനിക്കെങ്ങനെ സർവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എന്നാ ഉണ്ടായി? അല്ല, ഞാനത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സപ്ലൈ ചെയ്ത പ്രോഡക്റ്റെല്ലാം റിജക്റ്റായി. ഞാൻ സപ്ലൈ ചെയ്ത ഉൽപ്പന്നങ്ങളെല്ലാം റിജക്റ്റായി. തന്നെ ഇതേ കള്ളക്കേസാണ്. ബിസിനസ് ലോബികൾ എന്നെ പുറത്ത് പിക്ചറിൽ നിന്ന് ഔട്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കുതന്ത്രങ്ങളാണ്. ഇവിടെ സത്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സത്യസന്ധമായിട്ടൊരു ബിസിനസ് നടത്തത്തില്ല. നമ്മളതുപോലെ തരികിട കാണിക്കണം, അല്ലെങ്കിൽ ഗുണ്ടായിസം കാണിക്കണം. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു വലിയ വല്ലാത്ത ഒരു 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 വിശ്വാസ പ്രതിസന്ധി പോയൊക്കെ തോന്നണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാര്യം ഒരു ബിസിനസ് ലെവലിൽ പ്രവർത്തിക്കുന്ന എത്രയോ ആയിരങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ഒരുപോലെ വിശ്വാസ പ്രതിസന്ധി ഉണ്ടായാൽ അതിന് പരിഹാരം പറയാൻ ആത്മീയ മേഖലയിൽ ശുശ്രൂഷിക്കുന്നവർ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ഇങ്ങനെ ഒത്തിരിയേറെ വികാരാധീനനായി സംസാരിക്കാൻ ഇപ്പം എന്താ ഉണ്ടായെന്ന് ചോദിച്ചു. അച്ഛാ, അത് റിജക്റ്റ് ചെയ്ത മെത്തഡല്ല. ഇപ്പോൾ വിജിലൻസ് എൻക്വയറി ആയി, ഇപ്പം ക്രൈംബ്രാഞ്ച് എൻക്വയറി വരാൻ പോകണമെന്ന് കേട്ട് ഇപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് ഈശോയോട് ആലോചന ചെയ്ത്, അപ്പോൾ വന്ന മെസ്സേജ്, ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതേ രോഗികൾ ശക്തിപ്പെട്ട് ഭരണത്തിലേക്ക് ശക്തിപ്പെട്ട് അവസാനം CBI എൻക്വയറി വരുമെന്ന്. പക്ഷെ അദ്ദേഹത്തോട് ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് എന്താ എൻക്വയറി വന്നാലും പരിശുദ്ധ അമ്മ നിങ്ങളെ സംരക്ഷിക്കുമെന്ന്. അമ്മ പറയുന്ന ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അവൻ പറയണത് പോലെ ചെയ്യാൻ. അതായത് ദൈവത്തിൻ്റെ വചനമനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് കഴിയുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും അതിജീവിക്കുവാനും അമ്മ നമുക്ക് ശക്തി തരും. അതുതന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അദ്ദേഹം അതിനെല്ലാം പറഞ്ഞ പോലെ, സന്ദേശത്തിലും ദർശനത്തിലും പറഞ്ഞ പോലെ CBI വന്നു,
എല്ലാവരും ശിക്ഷിക്കപ്പെട്ടെങ്കിലും അമ്മ അദ്ദേഹത്തെ സംരക്ഷിച്ചു. കാര്യം സത്യത്തിൻ്റെ ഒരു കണിക വരുമ്പോഴും അപ്പോൾ നമ്മൾ ചോദിക്കും എന്താ പിന്നെ മറ്റുള്ളവരെന്നെ ശിക്ഷിച്ചത്? അതായത് ദൈവത്തോട് പ്രാർത്ഥിക്കണം, വിശ്വാസം ഉണ്ടാകണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേട്ടായി വന്നിട്ട്, ചേട്ടായി കാനഡയിലേക്ക് പോവുകയാണ്, അമേരിക്കയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്പോൺസർ ഇദ്ദേഹത്തിന് വിസ പ്രോസസ്സിങ്ങിൻ്റെ കാലത്ത് അപകടത്തിൽ മരിച്ചു. പിന്നെ ഇദ്ദേഹം അദ്ദേഹത്തെ മരണം കഴിഞ്ഞെങ്കിലും ആ സ്ഥാപനത്തിൽ നിന്ന് വേറെ വിസ സംഘടിപ്പിച്ച് ഇദ്ദേഹം പോകാൻ വേണ്ടി എയർപോർട്ടിൽ ചെന്നപ്പോൾ അതിന് ബോധക്കേടുണ്ടായി. ആ ബോധക്കേടിൽ നിന്ന് രക്ഷപ്പെട്ട് ചികിത്സ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് പോയാൽ മതിയാകത്തുള്ളൂ. വീണ്ടും അദ്ദേഹം എയർപോർട്ടിൽ ചെന്നപ്പോൾ വീണ്ടും ബോധക്കേടുണ്ടായി. അപ്പോൾ തിരിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അച്ഛാ ഞങ്ങൾക്ക് വല്ല പൂർവികയുടെ വല്ല കുഴപ്പമുണ്ടോ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കും അത് പെട്ടെന്ന് തോന്നിയപ്പോൾ ഇവരെ ആദ്യം പരിചയമില്ല, അവരുടെ ആത്മീയ കണ്ടീഷൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിച്ച് കുറേ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു നമ്പർ പറയാൻ പറഞ്ഞു. അവർ 18 പറഞ്ഞു. പിന്നെ ഒരു നമ്പർ കൂടി പറയാൻ പറഞ്ഞു. അവർ 7 പറഞ്ഞു. ഞാൻ പറഞ്ഞു സുവിശേഷം പറയാൻ പറഞ്ഞു. മത്തായി പറഞ്ഞു. കാര്യം നമുക്കറിയാം എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട്. അതായത് നല്ല നിർണായകമായ വേദന വെന്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ഈശോ വചനത്തിൽ സംസാരിക്കും, സത്യാവസ്ഥ പറയും. അപ്പോൾ എനിക്ക് ഈ പൂർവികരുടെ പാപങ്ങളൊന്നും എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒത്തിരിയേറെ മുതലെടുപ്പുകൾ സമൂഹത്തിൽ നടക്കുന്ന കാരണം ഞാനത് സുവിശേഷ വിഹിതമല്ല. നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരെ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ചത്തുപോയ ആത്മാക്കൾ വരെ പേടിച്ച് മനുഷ്യൻ വീട് സ്ഥലമൊക്കെ തീർത്തി കൊടുത്ത് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അംഗീകരിക്കത്തില്ല. ഞാൻ പറഞ്ഞു ഈശോ സത്യം പറയും, നിങ്ങൾ തുറന്നു നോക്കാൻ പറഞ്ഞു. അപ്പോൾ 18:7 മത്തായിയുടെ സുവിശേഷം തുറന്നു നോക്കി. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം വന്നു. ഞാൻ പറഞ്ഞു നിന്നോട് ആരും പറഞ്ഞ് കാനഡയിൽ പോകാൻ. ഇപ്പോൾ എല്ലാവരും കെട്ടിയെടുത്ത് കാനഡയിലും അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞേ വേറെ നാട്ടിൽ നിൽക്കേണ്ട ആർക്കും. +2 തോറ്റവർക്ക് പോലും നിൽക്കേണ്ട. മാർക്ക് 55% ആണെങ്കിൽ അവർക്ക് കാനഡയിൽ പോകണം. എന്താ ഓരോ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പോകുന്ന കാരണം അവർക്കും പോകണം. അപ്പോൾ അത് ഇതുപോലുള്ള പ്രലോഭനങ്ങൾ വരുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു പാലക്കാട് നിന്നൊരു കേസ് കേട്ട് മകനും ഇവിടെ ജോലി ഉണ്ടായിരുന്ന ആളാണ്. ഒരാൾ നേഴ്സ്, ഒരാൾ LD ക്ലർക്ക്. കല്യാണം കഴിഞ്ഞപ്പോൾ രണ്ടിനെയും രാജിവെപ്പിച്ച്. ആര്? ചെറുക്കൻ്റെ അപ്പൻ. ചെറുക്കൻ്റെ അപ്പൻ എന്തിനു രാജിവെച്ചത്? ചെറുക്കൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ മക്കളും അനിയൻ്റെ മക്കളും ഒക്കെ സ്വിറ്റ്സർലൻഡിലും അമേരിക്കയിലേക്കുമാണ്. അപ്പോൾ ഇയാൾ മാത്രമേ LD ക്ലർക്കായിട്ടിരിക്കണം, ഒരുത്തി നേഴ്സായിട്ടിരിക്കണം. അതുകൊണ്ട് ഇവിടുത്തെ LD ക്ലർക്കിനെയും നേഴ്സിനെയും രാജിവെപ്പിച്ച് ആ മനുഷ്യൻ അമേരിക്ക വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കേൾക്കുമ്പോൾ മകൻ ഇവിടുത്തെ LD ക്ലർക്ക് അവിടെ പോയി സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുക. ഇവിടുത്തെ നേഴ്സ് പോയി അവിടെ പെട്രോൾ പമ്പിൽ നിൽക്കുകയാണ്. എന്തൊരു ഗതികേടാണ്. മനുഷ്യന്മാർക്ക് പുതിയ മലയാളത്തിൽ സംഭവിക്കുന്ന ഇതെല്ലാം പ്രലോഭനങ്ങളാണ്. നിമിത്തം ലോകത്തിന് ദുരിതം. ഇപ്പോൾ ഈ 37 പറയുവേ എല്ലാവർക്കും എല്ലാം നല്ലതാണ്, പക്ഷേ എല്ലാവർക്കും എല്ലാം നല്ലതല്ലെന്ന്. അപ്പോൾ ഓരോരുത്തന്മാർ ഓരോ കാര്യം കാണിക്കുന്നത് അതിനെ കൂടെ നമ്മളും കാണിച്ചേക്കാണ്. ഇതൊക്കെ ദൈവത്തെ മറന്നുള്ള പരിപാടിയാണ്. എന്നെക്കൊണ്ട് ദൈവം അത് ഉദ്ദേശിക്കുന്നുണ്ടോ? അതിന് ദൈവത്തോട് സഹിതം ചേർന്ന് ചിന്തിക്കണം. ദൈവത്തോട് പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ മിസ്ഗൈഡ് ചെയ്യത്തില്ല. നമ്മൾ മിസ്ഗൈഡ് ചെയ്യുന്നത് ആരാണ്? വേറെ അരൂപികളാണ് മിസ്ഗൈഡ് ചെയ്യുന്നത്, ലോകാരൂപി, ദുഷ്ടാരൂപി. പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെയല്ല. ഈ മനുഷ്യൻ വിശ്വാസമുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ പ്രലോഭനം ഉണ്ടായത് നിങ്ങളുണ്ടാക്കിയതല്ല. നിങ്ങൾക്ക് കുരിശ് വന്നത് നിങ്ങളുണ്ടാക്കിയതല്ല. നിങ്ങൾക്ക് തകർച്ച 1 by 1 ആയിട്ട് വരുന്നത് നിങ്ങളുണ്ടാക്കിയതല്ല. ഇത് ദൈവം ഉണ്ടാക്കിയതാണ്. എന്താ അങ്ങനെ പറയാൻ കാര്യം അറിയാമോ? എനിക്ക് തോന്നുന്നത് ദൈവം നാളെ ഒരു വലിയ കർത്താവിനെ അറിഞ്ഞ് ശുശ്രൂഷിക്കുന്ന വലിയൊരു ദൈവജന പ്രഘോഷകനാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ തമിഴ്നാട്ടുകാരൻ, മലയാളത്തിൽ ജീവിക്കണതേ ഉള്ളൂ, എനിക്ക് തമിഴ് അറിയാൻ പോലും മലയാളം അറിയാൻ പോലും മനുഷ്യരെ കണ്ടാൽ പേടിക്കുകയും ചെയ്യും, കാലും പിറക്കും, സഭാകമ്പമാണ്. ഇത് അച്ഛൻ എന്തിങ്ങനെ പറയണേ? ഞാൻ പറഞ്ഞ ശരി, പക്ഷേ കർത്താവ് അങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ കൃപാസനം പത്രത്തിൻ്റെ 2ാം പേജ് എഴുതുന്ന വിജയകുമാറാണ് ആൾ. അദ്ദേഹം ഇന്ന് 850 തൊട്ട് 1000 വരെ ആൾക്കാരെ കോയമ്പത്തൂരിൽ ധ്യാനകേന്ദ്രം നടത്തുന്ന ധ്യാനകേന്ദ്രത്തിൻ്റെ സ്ഥാപക ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് 100-500 പേര് ആ ദിവസം വന്ന് കൗൺസിലിംഗ് നടത്തും. ഇപ്പം ഞാൻ അന്ന് ഒരു മല്ലിക്കച്ചവടക്കാരനോ അരിക്കച്ചവടക്കാരനോ ആയിരുന്നു. വലിയ തോതിലുള്ള ചെറിയ ബിസിനസ്സല്ല, വലിയ ബിസിനസ്, ഗവൺമെൻറ് വരെ സപ്ലൈ ചെയ്യുന്ന മനുഷ്യൻ. പക്ഷേ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന വിശ്വാസത്തിൻ്റെ ഓരോ പരീക്ഷണങ്ങളെയും ഈശോ പറഞ്ഞില്ലേ 14, 30, 31 യോഹന്നാൻ്റെ സുവിശേഷം, ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു, അവൻ എൻ്റെ മേൽ കാര്യമില്ല, ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ലോകം അറിയണം, അതിനു വേണ്ടിയാണ് അവൻ വരണതെന്ന്. ദൈവത്തിന് നിന്നെ ദൈവത്തിന് സ്വന്തമാക്കാൻ വേണ്ടി
ദൈവത്തിൻ്റെ ശുശ്രൂഷയാക്കാൻ വേണ്ടി ദൈവം ചില സമയത്ത് നമുക്ക് നൽകുന്ന എല്ലാ വിഷയങ്ങളെയും വിശ്വാസത്തോടെ നേരിടാൻ, ദൈവസ്നേഹത്തോടെ സമീപിക്കാൻ, സുവിശേഷത്തെ വലിയ സാക്ഷിയാക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിച്ച് വളരാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആരാധിക്കുന്ന ദൈവമേ, മഹത്വപ്പെടുത്തുന്ന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്ന കർത്താവെ, ആരാധിക്കുന്ന ദൈവമേ, കർത്താവെ വചനത്തിലൂടെ ഞങ്ങളെ പ്രബുദ്ധനാക്കി നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, ഈശോ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, ഈശോ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളുയർത്തി പിടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ജീസസ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട വചനം പ്രതിസന്ധികളിൽ പതലാതെ പ്രാർത്ഥനയിൽ പ്രത്യാശയോട് മുന്നേറിയ ആ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതുപോലെ പ്രലോഭനങ്ങളെ അതിജീവിച്ച, അഥവാ പെട്ടുപോകുന്നതായപ്പോൾ ദൈവം തന്നെ കോരിയെടുത്ത് തൻ്റെ പ്രിയപ്പെട്ടവനെ നിലനിർത്തിയ ഒരു വലിയ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ വചനത്തിൻ്റെ ശ്രവണത്തിൻ്റെ അതേ അരൂപിയാൽ ഈ സത്യസന്ധമായ സാക്ഷ്യം പ്രാർത്ഥനാപൂർവം കേട്ട് ദൈവക്കരുത്ത് പ്രാപിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാൻ ആലപ്പുഴ പൂന്തോപ്പുപള്ളി ഇടവക്കാരനാണ്. എൻ്റെ പേര് ജോൺസൺ എന്നാണ്. ഞാനൊരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. 22 വർഷമായിട്ട് എനിക്ക് വീടോ സ്വന്തമായ സ്ഥലമോ ഒന്നും തന്നെയില്ല. 13 വർഷമായിട്ട് ഞാൻ ഈ പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാളാണ്. എങ്കിൽ പോലും എനിക്ക് സ്വന്തമായൊരു ഭവനം ഉണ്ടാക്കുവാനോ ഒരു ഭവനം വാങ്ങുവാനോ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഭാര്യ ഇതിനെക്കുറിച്ച് നിരന്തരം ശല്യപ്പെടുത്തുമ്പോഴും ഞാൻ മറ്റുള്ളവരുടെ ഭവനം നിർമ്മിക്കുമ്പോഴും അവൾക്ക് ഒത്തിരിയേറെ വേദനകളുണ്ടായിരുന്നു. നമുക്ക് സ്വന്തമായൊരു ഭവനമില്ല എന്ന്. എങ്കിൽ ഞാൻ ആലപ്പുഴ കൃപാസനത്തിൽ വന്ന് മുട്ടിപ്പായി ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധമ്മയോട് ഇതിനുവേണ്ടി ഒത്തിരിയേറെ യാചിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ ഫലമായി ഞാനൊരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥന എടുക്കുകയും ഉടമ്പടി പ്രാർത്ഥനയിൽ എൻ്റെ വേദനകൾ എല്ലാം ഞാൻ അമ്മയോട് പറയുകയും ആ ഉടമ്പടിയിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ബോധിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ പൂന്തോപ്പുകളുടെ വാതിക്കൽ തന്നെ എനിക്ക് 8.25 സെൻറ്റ് സ്ഥലം എനിക്ക് സ്വന്തമായി വാങ്ങുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈ കൃപാസനത്തിലെ പരിശുദ്ധമ്മ ഈ പരിശുദ്ധ മണ്ണിൽ നിന്നും എനിക്ക് ലഭിച്ചു. ആ വലിയൊരു വരദാനമാണ് എൻ്റെ അമ്മ എനിക്ക് തന്നിരിക്കുന്നത്. എനിക്ക് 22 വർഷമായി സ്വന്തമായൊരു വീടോ സ്ഥലമോ ഇല്ലായിരുന്നു. 48 ലക്ഷം രൂപയ്ക്ക് എടുക്കാനുള്ള ആ ഭാഗ്യം ഈ പരിശുദ്ധമ്മ ഈ പരിശുദ്ധ മണ്ണിൽ നിന്ന് എനിക്ക് ലഭിക്കപ്പെട്ടു. അതുകൂടാതെ തന്നെ ഇപ്പം എനിക്കൊരു 3-4 ടിപ്പറും മറ്റു അനുബന്ധ വണ്ടികളും എനിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ മെയ് മാസം ആദ്യമായിട്ട് ആ വലിയ ടിപ്പർ അതിൻ്റെ ഇഞ്ചൻ പൊളിക്കേണ്ടി വന്നു. അതൊരു പുതിയ വണ്ടിയായിരുന്നു. 6.25 ലക്ഷം രൂപ വേണമായിരുന്നു ആ ഇഞ്ചൻ റെഡിയാക്കാൻ വേണ്ടി. പക്ഷേ എൻ്റെ 1 രൂപ പോലും ഇല്ലായിരുന്നു. പരിശുദ്ധ അമ്മയോട് ഞാനും എൻ്റെ കുടുംബവും നിരന്തരമായി യാചിച്ചു പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് വേറെ ഒരു വഴിയില്ല, 1 രൂപ എനിക്ക് എടുക്കാനില്ല. എൻ്റെ ജീവിത മാർഗം വഴിമുട്ടി. എനിക്ക് ജോലിയില്ല, മറ്റുള്ള വർക്കുകളൊന്നും എനിക്ക് കിട്ടാതെ വന്നപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കമ്പനി എനിക്ക് ആ 6.25 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ആ പുതിയൊരു ഇഞ്ചൻ എനിക്ക് ലഭിക്കുകയോ ആ വണ്ടി എനിക്ക് പണിതിറക്കുവാൻ സാധിക്കുകയും ചെയ്തു.
കൃപാസനത്തിൻ്റെ ഈ അമ്മയുടെ വരദാനത്തിൽ ഞാനും എൻ്റെ കുടുംബം ഒരു കാലത്തും പുറകോട്ടില്ല. എന്തൊക്കെ ത്യാഗങ്ങൾ വന്നാലും, എന്തൊക്കെ തീച്ചുളകൾ കൂടെ കടന്നു വന്നാൽ പോലും ഞാൻ എൻ്റെ കർത്താവായ ഈശോ മിശിഹായെയും പരിശുദ്ധ അമ്മയെ ഞാൻ ഒരു കാരണവശാലും തള്ളിപ്പറയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ വലിയ സാക്ഷ്യം കേൾക്കുകയായിരുന്നു. ഈ മനുഷ്യൻ്റെ 4 വണ്ടികളും ഒരുമിച്ച് കേടാകുകയും ഡ്രൈവർ അപകടത്തിൽപ്പെടുകയും പലതരത്തിലെ കടങ്ങളിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുമ്പോഴും ഇങ്ങനെ പ്രാർത്ഥനയും മാത്രം അദ്ദേഹം മുന്നേറി. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും പറയുന്നത് കേട്ടില്ലേ, ഇനിയും എന്തെങ്കിലുമൊക്കെ പ്രലോഭനങ്ങൾ, പരീക്ഷകൾ എനിക്കുണ്ടാകും, പക്ഷേ അതിനെ അതിജീവിക്കാൻ കർത്താവിന് കരുത്ത് നൽകുന്ന നല്ല പ്രത്യാശയോടെയാണ് അത് അവസാനിപ്പിക്കുന്നത്. ഈ സാക്ഷ്യം നിങ്ങൾക്കൊരാവശ്യമാകണം. കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ, കർത്താവിൻ്റെ വചനം പാലിക്കുമ്പോഴും നമുക്ക് ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളും അതിനെ ദൈവത്തിൻ്റെ സ്നേഹത്തോടു കൂടി സുവിശേഷ സാക്ഷിയാക്കി മാറ്റാൻ നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ സഹായിക്കുന്നതിന് വേണ്ടി കർത്താവ് തന്നെ ഈ പൽത്താരയ്ക്ക് എഴുന്നള്ളി വരികയാണ്. ഇപ്പോൾ പ്രലോഭനങ്ങളിലും പ്രയാസകാലങ്ങളിലും ഒക്കെ ഇരിക്കുന്നവരെ, ടെസ്റ്റിലിരിക്കുന്നവരെ കർത്താവിൻ്റെ ഈ ആരാധനയിൽ പങ്കെടുത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ കരുത്ത് നേടാം. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം. ഇപ്പോൾ ആരാധന ആരംഭിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ഈശോയുടെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം കർത്താവേ. ഓരോ മക്കൾക്കും ഓരോ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴേ അങ്ങ് വചനത്തിലൂടെ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്ന, എങ്കിലും അവന് എൻ്റെ മേൽ കാര്യമൊന്നുമില്ല. കർത്താവ് വിശ്വാസികളുടെ മേൽ കർത്താവെ എത്ര ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ വന്നാലും അവൻ്റെ ശരീരത്തെ തൊടാനാവില്ല, അവൻ്റെ ജീവിതത്തെ തൊടാനാവില്ല എന്ന് മാത്രമല്ല കർത്താവെ, അവനെ പ്രതിരോധിക്കുക വഴി ഈശോ അങ്ങയെപ്പോലെ പിതാവിനെ അങ്ങ് എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ലോകം അറിയാൻ വേണ്ടിയാണ് അവൻ വരുന്നതെന്ന് പറഞ്ഞതുപോലെ കർത്താവെ, അങ്ങയുടെ വിശ്വാസികളുടെ നേർക്കുണ്ടാകുന്ന രോഗങ്ങൾ, പീഡകൾ, കടങ്ങൾ, ദുരിതങ്ങൾ, തെറ്റിദ്ധാരണകൾ, കള്ളക്കേസുകൾ, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അതിലൂടെയെല്ലാം കടന്നു പോകുന്ന ഓരോ മക്കളും കർത്താവെ ഈശോയെ ഈ സമയത്ത് കർത്താവെ നീ പ്രലോഭനങ്ങൾ അതിജീവിച്ച ലൂക്കായുടെ സുവിശേഷത്തിൽ 4:1 പറയുന്നു, നീ നിന്നെ ആത്മാവിൽ നയിക്കപ്പെട്ടുകൊണ്ട് നീ മരുഭൂമിയിലേക്ക് പോയെന്ന്. കർത്താവെ മരുഭൂമിയുടെ ടെസ്റ്റുകളെ കർത്താവെ പ്രലോഭനങ്ങൾ കർത്താവെ നീ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ലൂക്ക 4:14 പറയുന്നു, നീ ആത്മാവിൻ്റെ ശക്തിയോടെ തിരിച്ചു വരുന്നത്. കർത്താവെ ഈശോ ഞങ്ങൾക്കുണ്ടാകുന്ന ഓരോ പ്രയാസങ്ങൾ അത് ഞങ്ങളെ ശക്തീകരിക്കാൻ വേണ്ടിയാണെന്ന് സത്യാവസ്ഥ കർത്താവെ നിന്റെ ജീവിതം കൊണ്ട് കർത്താവെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന കർത്താവെ, ഞങ്ങൾ വചനത്തിൽ കർത്താവെ പുനർവായന നടത്തിയിരിക്കുന്ന കർത്താവെ, ഇപ്പോഴും കർത്താവെ അതുപോലെയുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ കർത്താവെ നീ വിശ്വാസത്തെ കർത്താവ് നിറക്കണമേ, നീ ദൈവസംഘത്തെ കർത്താവ് നിറക്കണമേ. അങ്ങനെ പ്രതിസന്ധികൾ അതിജീവിച്ച് പോകാനുള്ള വിശ്വാസം ദൈവസംഘത്തെ കർത്താവ് ഇപ്പോഴീ നിമിഷം കർത്താവ് ഈ ആരാധന സമീപത്തു നിന്നും വിദൂരത്തു നിന്നും കർത്താവ് കൂടുന്ന എല്ലാ മക്കളും കർത്താവ് ദൈവത്തിന്റെ ശക്തിയുടെ അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി മനമുയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, 1 കൊരിന്ത്യർ 13:13 പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശ്വാസത്തിന് ആലോചിച്ചൊരു കർത്താവേ
പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളുയർത്തി മനമൂർത്തി നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ കർത്താവേ. ദൈവസ്നേഹത്താൽ, ദൈവശരണത്താൽ, ദൈവവിശ്വാസത്താൽ ജീവിത പ്രതിസന്ധികളെ നേടാൻ തങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Thank you, Jesus. We praise you, Jesus. Love you, Jesus. ഇതേ അഭിഷേകത്തോട് തന്നെ നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഇപ്പോഴാണ് നിങ്ങൾ ഈ ധ്യാനത്തിൽ എത്തിച്ചേർന്നതെങ്കിൽ നിങ്ങളെയും ആശീർവദിക്കണം ഈശോ. ഈ ആശീർവാദം അടുത്ത സാന്ത്വനാഭിഷേകത്തിലേക്ക് എത്തിച്ചേരുന്നവരെ നിങ്ങളുടെ ഓരോ ഇടങ്ങളിലും ഈ ആശീർവാദം നിങ്ങളുടെ വരത്തും ഇടത്തും കർത്താവിൻ്റെ സാന്നിധ്യമായി നിലകൊള്ളട്ടെ. നിങ്ങളെവിടെയായിരിക്കുന്ന അവിടെയല്ല കർത്താവിൻ്റെ സന്ധിപ്പിൻ്റെ സമാശ്വാസത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ ചുഴി നിൽക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ പരിശുദ്ധമതേ മാതാവേ, ആരാധന ആശീർവാദത്തിന് തലകുനിക്കുന്ന ഓരോ മകൻ്റെ മേലും കർത്താവിൻ്റെ ശക്തി ലഭിക്കാൻ ഞങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കണമേ. യേശു സ്തോത്രം. കർത്താവ് നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ജീവിത പ്രതിസന്ധികളിലും വിഷമതകളിലും കർത്താവേ, സങ്കടങ്ങളിലും തടലിലുമൊക്കെ ആയിരുന്നപ്പോൾ കർത്താവേ, ജോബിനെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, ജോബ് 1:10 പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജോബ് ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം വേലികെട്ടി അവന് സംരക്ഷണം കൊടുത്തതുപോലെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പ്രതിസന്ധികളിലും ജീവിത വിഷമതകൾ അറിയുന്ന ഞങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണത്തിനായി കരങ്ങളുയർത്തി മനമുയർത്തി സ്തുതിക്കട്ടെ. ഈശോയെ, ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനമുയർത്തി സ്വരമുയർത്തി എല്ലാ വിഷമതകളും എല്ലാ പ്രതിസന്ധികളും കർത്താവിന് സമർപ്പിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളെയും ഇതാ കർത്താവ് ആശീർവദിക്കുകയാണ്. കർത്താവായ ദൈവമേ, കടലിന് മീതെ നടന്നു നീങ്ങിയ ദൈവമേ, അത്തരം കാഴ്ച കൊടുത്ത ദൈവമേ, ബദലിന് കേൾവി കൊടുത്ത ദൈവമേ, ഭൂമന് സമ്മാനം ശക്തി കൊടുത്ത ദൈവമേ, സഹോദരങ്ങൾക്ക് സൗഖ്യം കൊടുത്ത ദൈവമേ, തായ്മയിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച ദൈവമേ, ജീവിത പ്രതിസന്ധികൾ മൂലം സങ്കടങ്ങൾ മൂലം കർത്താവേ, ജീവിതം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആത്മഹത്യാ പ്രവണതകളിൽ കഴിയുന്നവര്, ജീവിതം മടുത്തുവെന്ന് വിശ്വസിക്കുന്നവര് കർത്താവേ, അങ്ങനെ ജീവിതം ഒരു ഭാരമായി തീർന്ന് കഴിയുന്നവരെ എല്ലാം കർത്താവെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ